നേരത്തെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ പ്രൊജക്റ്റുകളൊന്നും ഇതിൽ ഇല്ലായിരുന്നു, ഡാറ്റാബേസ് ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൊജക്റ്റുകൾ, നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും, ഇമ്പോർട്ട് ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കൗണ്ട് നമ്പർ ഓഫ് പ്രൊജക്ട്സ് 203, ടോട്ടൽ അലോട്ടഡ് എമൗണ്ട് 1,12,82,000, അങ്ങനെ എമൗണ്ട് കാണാം. ടോട്ടൽ സ്പെൻഡ്, അത് പുതിയ ഡാറ്റ എൻട്രി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ഷീറ്റിലെ എഡിറ്റബിൾ സൈഡിൽ എക്സ്പെൻഡിച്ചറൊന്നും കാണിക്കാത്തത് കൊണ്ട് ഇവിടെ അത് 0 ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരുടെയും പ്രൊജക്റ്റുകൾ ആണ് ഇതിൽ കാണുന്നത്. ഓരോരോ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരുടെ ഇനി പ്രൊജക്റ്റ് ഡീറ്റെയിൽസ്, പ്രൊജക്റ്റ് നമ്പർ വെച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. നമ്മൾക്ക് ഇതിനുള്ള 200 അല്ലെങ്കിൽ ഇതിലുള്ള പ്രൊജക്റ്റ് നമ്പർ 178ാമത്തെ പ്രൊജക്റ്റ് മാത്രം സെർച്ച് ചെയ്യണമെങ്കിൽ, എടുക്കണമെങ്കിൽ 178 അടിക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. 178ാമത്തെ പ്രൊജക്റ്റ് മാത്രം ഇവിടെ വന്നു. ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് താഴെ ഈ വിൻഡോസിൽ ടെക്സ്റ്റ് ബോക്സസിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം എല്ലാ ഡീറ്റെയിൽസും ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് എല്ലാ പ്രൊജക്റ്റുകളുടെയും ലിസ്റ്റിലേക്ക് വന്നു. അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ മാത്രം പ്രൊജക്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ മാത്രം പ്രൊജക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. 111 പ്രൊജക്റ്റുകൾ, 44 ലക്ഷം രൂപയുടെ 111 പ്രൊജക്റ്റുകളാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കുള്ളത്. അതുപോലെ മറ്റുള്ള ബട്ടണുകൾ, വർക്ക് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാത്ത വർക്കുകൾ, പ്രോഗ്രസ് ഇല്ലാത്ത വർക്കുകൾ ഒക്കെ പ്രത്യേകം കാണിക്കും. ഇപ്പോൾ ഇതിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 111 പ്രൊജക്റ്റുകളും കാണിക്കും. കാരണം ഇതിൽ നമ്മൾ എഡിറ്റബിളായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പറഞ്ഞതുപോലെ തന്നെ 111 പ്രൊജക്റ്റുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കോൺട്രാക്ടേഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇത് ഡിഫോൾട്ടായിട്ട് കുറച്ച് കോൺട്രാക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കീപ്പ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ അലോട്ടഡ് എമൗണ്ട്, ഓരോ വർക്കിൻ്റെ അലോട്ടഡ് എമൗണ്ട്, നെഗോസിയേഷൻ ലെറ്റർ, സെലക്ഷൻ നോട്ടീസ്, ഇങ്ങനെയുള്ള ബട്ടണുകളൊക്കെ ഇവിടെയുണ്ട്. ഇത് നമ്മൾക്കിപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഒരു ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ബട്ടണുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് ഉള്ള ഒരു സാമ്പിൾ പ്രൊജക്റ്റിലേക്ക് പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഒരു ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലത് എന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നേരത്തെ നമ്മൾ പ്രൊജക്റ്റ് ഡീറ്റെയിൽസിൽ പോയി പ്രൊജക്റ്റ് എൻ്റർ ചെയ്യുന്നതൊക്കെ കണ്ടു. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾക്ക് നേരത്തെ ഈ ഒരു എക്സൽ ടൂൾ ഉപയോഗിച്ചിരുന്ന എമാർക്ക് പുതുതായിട്ട് ഈ ഒരു ഡാറ്റ ഷീറ്റ്, ഈ ഒരു ടെംപ്ലേറ്റ് കിട്ടുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. പിന്നീട് അവർ ഡാറ്റ അപ്ഡേറ്റ് പോയി കഴിഞ്ഞാൽ അവരെ പ്രൊജക്റ്റുകളിലും എൻ്റർ ചെയ്യപ്പെടുമെങ്കിലും ഇതിൻ്റെ അകത്ത് അവർ എഡിറ്റബിളായിട്ടുള്ള സ്പേസിൽ അടിച്ച കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, എഗ്രിമെൻറ്റ് നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസുകളൊന്നും ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി
അവരോട് എനിക്ക് പറയാനുള്ളത്, ഡാറ്റ അപ്ഡേറ്റിലേക്ക് പോകാതെ തന്നെ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന എക്സൽ ടൂളിലെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യുന്നത് ആയിരിക്കും നല്ലതെന്നാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ലോക്ക് ഓർ അൺലോക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിപ്പോൾ ഈ സെല്ലുകളെല്ലാം ലോക്കാണ്. ലോക്ക് ഓർ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ലോക്കാണെങ്കിൽ അൺലോക്കായിട്ട് മാറും. അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അൺഫിൽറ്റർ കൊടുക്കാം. അപ്പം ഇത് ഫിൽറ്റേർഡ് ആണെങ്കിൽ ഷീറ്റുകളെല്ലാം അൺഫിൽറ്റേർഡ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നേരത്തെ അയച്ചു തന്ന ആ ഒരു എക്സൽ ടൂൾ ഓപ്പൺ ചെയ്യുക. എൻ്റെ കേസിൽ ഞാനൊരു സാമ്പിൾ എക്സൽ ടൂളാണ് കാണിക്കാൻ പോകുന്നത്. പ്ലാനറ്ററി വേർഷൻ 4.88 എന്നുള്ള എക്സൽ ടൂള്. എന്നിട്ട് അതിൻ്റെ യൂസർ ഫോം ക്ലോസ് ചെയ്യുക. ഒരു ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾ അതിൻ്റെ ഡാറ്റാബേസ്, പ്രൊജക്റ്റ് ഡാറ്റാബേസ് എന്നുള്ള ഷീറ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് അൺഫിൽറ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഡീറ്റെയിൽസ്, അതായത് ഹെഡിങ്ങുകൾ വേണ്ട ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക. അപ് ടു മേജർ ഫണ്ട് ടൈപ്പ് വരെയുള്ള എല്ലാ സെല്ലുകളും, എല്ലാ യൂസ്ഡ് റേഞ്ചസ് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളെ ആ ഒരു ഷീറ്റിലേക്ക്, നേരത്തെ കാണിച്ച നമ്മൾ ആ ഒരു ഷീറ്റിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാല്യൂസ് ഓൺലി പേസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വാല്യൂസ് ഓൺലി പ്രസ് ചെയ്യുക. വാല്യൂസ് ഓൺലി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ പേസ്റ്റായി. ഈ കേസിൽ എനിക്ക് നമ്പർ ഓഫ് പ്രൊജക്ട്സ് നേരത്തെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളുടെ കേസിൽ അത് ബ്ലാങ്ക് ആയിരിക്കും. അതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എടുത്ത് കടിക്കുക, ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം പഴയ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്യുക. ഡോണ്ട് സേവ്. ഇനി വീണ്ടും നമ്മൾ യൂസർ ഫോമിലേക്ക് പോവുക. ഇപ്പോൾ യൂസർ ഫോമിൽ കംപ്ലീറ്റ് മാറി. നമ്മൾ നേരത്തെ കണ്ടിരുന്ന പ്രൊജക്റ്റുകളും ഒന്നും അല്ല ഇപ്പോഴുണ്ടാവുക. എൻ്റർ കൊടുക്കുക. അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ, അല്ലെങ്കിൽ ഇത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ പ്രൊജക്റ്റുകൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ള. മൊത്തം പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് വേറൊരു പഞ്ചായത്തിലെ പ്രൊജക്റ്റുകൾ, അതായത് ഡാറ്റാബേസിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇത് ഞാൻ ചെയ്യാൻ കാരണം മറ്റേതൊരു സാമ്പിളായിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതിൽ മറ്റുള്ള എഡിറ്റബിളായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള ബട്ടണുകളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം, ഇവിടെ 131 പ്രൊജക്റ്റുകൾ, 4,68,00,000 രൂപ. അതിനകത്ത് സ്പെൻഡ് ചെയ്തിരിക്കുന്ന 1,7,84,903 രൂപ. അങ്ങനെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഓവറോൾ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ പ്രിൻ്റ് ഓവറോൾ സമ്മറി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക.